മോളെ കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തണേ, ഇല്ലെങ്കിൽ എന്റെ ജോലി പോവും. ഞാൻ എന്തായാലും എത്തും. മാഡം ടെൻഷൻ അടിക്കണ്ട. നീ സൂക്ഷിക്കണം, ഗോപാലന്റെ കയ്യിൽ പെട്ടുപോകരുത്. ഞാൻ നോക്കിക്കോളാം ആന്റി. പിന്നെ മയക്കുമരുന്ന് നിന്റെ ആവശ്യം കഴിഞ്ഞാ അപ്പ കളഞ്ഞോളണം. ഗോപാലിനെതിരെ നമ്മൾ നടത്തുന്ന ആദ്യത്തെ നീക്കമായത്. ഒരു തരത്തിലും പാളിപ്പോവരുത്. അവന്റെ മനസമാധാനം ഇതോടെ നശിക്കണം. അത് ഞാൻ ഏറ്റു. സഞ്ജുവിന്റെ കൺമുന്നിൽ നിന്ന് അവന് പണി കൊടുത്തിട്ടേ ഞാൻ വരും. അവന് ഞാനൊരു പേടി സ്വപ്നമായി മാറും. വക്കീലിനോട് ചെയ്തതിന് അവൻ കുറെ പശ്ചാത്തപിക്കും. മഹിമ തന്നെയാണ് ഇതിന് പിറകിലെന്ന് ഗോപാലന് മനസ്സിലായാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അയാൾ അന്വേഷിച്ചു പിടിച്ചു വരുമ്പോ ഇവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവണം. എന്നെ ജയിലിലടച്ചു കഴിഞ്ഞാ എന്നെ കൊണ്ടുള്ള ശല്യം തീരുമെന്ന് അയാൾ കരുതിയത്. അയാളുടെ ആ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണം. വെല്ലുവിളിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷേ കൃത്യസമയത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചടിയാവും. അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ വേണം ചെയ്യാൻ. ആ ശരി ശരി, വെറുതെ സംസാരിച്ചെന്ന് സമയം കളയണ്ട. നീ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവള് കൃത്യസമയത്ത് വരുമായിരിക്കുമല്ലേ? ആ വരുമായിരിക്കും. ഉറപ്പായിട്ടും വരുമെന്ന് പറ. ഇതെന്റെ ജോലിയുടെ കാര്യമാ. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. നിന്റെ ജോലി പോവാണെങ്കിൽ അതിന്റെ 2 ഇരട്ടി ശമ്പളം ഉള്ളൊരെണ്ണം ഞാൻ റെഡിയാക്കി തരാം. പോരെ? പോരാ, എനിക്ക് ഈ ജോലി തന്നെ മതി. ആ എന്നാ അവള് കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഈശ്വര, അവള് ചതിക്കല്ലേ. വേണ്ടി ഒരുപാട് തല്ല് വാങ്ങിയില്ലേ? വക്കീലിനെ അടിച്ച് ഓരോ അടിക്കും 2 എണ്ണം വെച്ച് ഞാൻ സഞ്ജുവിനെ തിരിച്ചു കൊടുക്കും. പേടി എന്താണെന്ന്